ജർമ്മൻ വിസയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ജർമ്മൻ സ്റ്റുഡൻറ് വിസയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നവംബർ 2022 തൊട്ടാണ് APS എന്ന് പറഞ്ഞൊരു പുതിയ സിസ്റ്റം കൂടെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ അക്കാഡമിക് ഡോക്യുമെന്റ്സ് വാലിഡ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു സർവീസ് ആണ്. അത് ഡൽഹിയിലാണ് അവരുടെ ഓഫീസ്. അപ്പം അതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സിൻ്റെയും കോപ്പീസ് നമ്മൾ ഡൽഹിയിലെ APSന്റെ ഓഫീസിലോട്ട് ബൈ പോസ്റ്റ് അയച്ചു കൊടുക്കണം. ഹാർഡ് കോപ്പീസ് തന്നെ അയച്ചു കൊടുക്കണം, ഓൺലൈൻ ഡോക്യുമെന്റ്സ് പോരാ. അപ്പൊ അത് നിങ്ങൾ കൊടുത്ത് അതിനൊരു പേയ്മെന്റ് നടത്തിയിട്ട് അത് വാലിഡ് ആണെന്ന് അവർ പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരും, APS സർട്ടിഫിക്കറ്റ്. അതില്ലാതെ ഇപ്പൊ സ്റ്റുഡന്റ് വിസ കിട്ടില്ല, കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ എൻ്റെ കാര്യത്തിൽ അത് കുറച്ച് ടൈം എടുത്തു. അത് ഞാൻ പറഞ്ഞല്ലോ, നവംബർ 2022 അത് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ അത് കഴിഞ്ഞ ഒരു 2 weeks കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇതൊരു പുതിയ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ എൻ്റെ ഡോക്യുമെന്റ്സ് വരാൻ വളരെ സമയമെടുത്തു. ഐ തിങ്ക് അറൌണ്ട് 6 to 7 months എന്തോ എടുത്ത്. അപ്പം നിങ്ങൾ അങ്ങനെ അപ്ലൈ ഇപ്പം അതെനിക്ക് സ്പീഡിൽ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് if you guys are going for a German student visa, make sure you apply for the APS thing early itself. അത് നിങ്ങളുടെ വിസ അഡ്മിഷനായിട്ട് ഒരു ബന്ധമില്ല. ലൈക്ക് അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇപ്പോഴേ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്ത് വെക്കാം. അത് നിങ്ങൾക്ക് കിട്ടിയാൽ പിന്നെ അഡ്മിഷൻ്റെ കാര്യത്തിൽ എളുപ്പമാവും. അത് എൻ്റെ കോളേജ് അത് കുറെ ഇങ്ങനെ ചോദിച്ചായിരുന്നു എപ്പോൾ വരും. അപ്പം ഞങ്ങൾക്കും അതിനെപ്പറ്റി അറിയില്ല. അത് മിന്റാക്രൂസ് പക്ഷെ കോളേജായിട്ട് പറഞ്ഞു വരുന്നു, ലൈക്ക് ഇങ്ങനെ ഒരു ഡിലേ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ബട്ട് അഡ്മിഷൻ ഓൾറെഡി എനിക്ക് കോളേജിൽ കിട്ടിയായിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. കോളേജ് ഹെൽപ്പ് ചെയ്തു, അവർ അഡ്മിഷൻ ഡിഫർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 2-3 times എനിക്ക് അഡ്മിഷൻ ഡിഫർ ചെയ്യേണ്ടി വന്നു. പിന്നെ APS കിട്ടിക്കഴിഞ്ഞതിന് ശേഷം, APS സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബ്ലോക്ക് മണിയും പിന്നെ നമ്മുടെ കോളേജിൻ്റെ അഡ്മിഷൻ ഫീസിൻ്റെയാണ്. അതും മിന്റാക്രൂസ് വഴിയാണ് ഞാൻ ചെയ്തത് തന്നെ. അതിൽ അവർ തന്നെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് നല്ല റീസണബിൾ റേറ്റ് തന്നെയാണ്. ഇപ്പോൾ ഉള്ള മാർക്കറ്റിൽ നമ്മൾ റേറ്റ് ഒക്കെ നോക്കിയപ്പോൾ മിന്റാക്രൂസ് വഴി നല്ലൊരു റീസണബിൾ റേറ്റിൽ തന്നെയാണ് നമുക്ക് യൂറോസിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റിയതും ബ്ലോക്ക് മണിയുടെ പ്രോസസ്സും ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റിയതും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പം നമുക്ക് അടുത്തത് ഷെനഗൻ വിസ നമുക്ക് എടുക്കാനുള്ള പരിപാടിയാണ്. അത് VFS വഴി നമുക്ക് എടുക്കണം. അത് ഇപ്പം നിങ്ങൾ കേരളത്തിൽ നിന്നുള്ളൊരു കൊച്ചി ആയിരിക്കും ഏറ്റവും എളുപ്പം. ബാംഗ്ലൂരും ഉണ്ട്. എനിക്കെന്തായാലും കൊച്ചിയിൽ തന്നെയാണ് കിട്ടിയത്. അവിടെ ചെന്നു, അവിടെ നമ്മുടെ ഈ ഡോക്യുമെന്റ്സും VFSന്റെ അപ്പോയിന്റ്മെന്റ് ഇതും നമുക്കിതൊക്കെ ഓൺലൈൻ തന്നെ VFSൽ അപ്പോയിന്റ്മെന്റ് നേരത്തെ എടുത്ത് വെക്കണം, ഒരു ഡേറ്റ്. അത് ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നെക്സ്റ്റ് മന്തിലേക്കൊക്കെ ആയിരിക്കും അവൈലബിൾ. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക ഇതൊക്കെ നേരത്തെ തന്നെ. പിന്നെ ഇത് ഞാൻ അവിടെ കൊച്ചിയിൽ പോയി എൻ്റെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തു. അതൊരു 1 hour ഒന്നും എടുത്തില്ല, അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി. അവിടെ ഒരു ചെറിയ പേയ്മെന്റ് ഉണ്ട്. അത് കഴിഞ്ഞു. അവർ പറഞ്ഞൊരു 60 days എടുക്കുമെന്നാണ് വിസ പ്രോസസ് ചെയ്യാൻ. ബട്ട് എനിക്ക് തോന്നുന്നു എനിക്കൊരു 2.5 weeks തന്നെ വിസ കിട്ടി. അങ്ങനെ എനിക്ക് മെസ്സേജ് വന്നു, ബ്ലൂ ഡാർട്ടിൽ കൊറിയറിൽ വന്നിട്ടുണ്ട്. ഞാൻ ട്രിവാൻഡ്രമാണ് സ്ഥലം. അപ്പം ഇവിടെ സ്റ്റാച്യൂലാണ് കിട്ടിയത് എനിക്ക്. പിന്നെ അത് ഞാൻ പോയി കളക്ട് ചെയ്തു. അപ്പോൾ അതിലെൻ്റെ പാസ്പോർട്ടും എൻ്റെ ഹയസ്റ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റും ഒറിജിനൽ സബ്മിറ്റ് ചെയ്തിരുന്നു. അത് രണ്ടും VFSൽ നിന്ന് എനിക്ക് അയച്ചു തന്നു. പിന്നെ ഞാൻ നോക്കി, അപ്പോഴാണ് വിസ വന്നു, അപ്രൂവ് ആയെന്ന് മനസ്സിലാവുന്നത്. അത് VFS നിങ്ങളെ അറിയിക്കും, മെസ്സേജ് അയച്ച് ലൈക്ക് വിസ അയച്ചിട്ടുണ്ടെന്ന്. പക്ഷേ പാസ്പോർട്ട് VFS നിങ്ങളെ അറിയിക്കും പാസ്പോർട്ട് അയച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അതിൽ വിസ പ്രോസസ്ഡ് ആണോ അല്ലെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അത് നിങ്ങളുടെ ഡോക്യുമെന്റ് പാസ്പോർട്ട് കൈ കിട്ടിയാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിന്റെ സ്റ്റേറ്റസ് നമുക്ക് അറിയാൻ പറ്റില്ല. ഡെലിവർ ആയി, സാധനം തിരിച്ചു വന്നു എന്ന് മാത്രമേ VFS നിങ്ങളെ മെസ്സേജ് വഴി അറിയിക്കത്തുള്ളൂ. പക്ഷെ അത് പേടിക്കേണ്ട, മിക്കവാറും അത് വർക്കൗട്ട് ആവേണ്ടത് തന്നെയാണ്. പിന്നെ അങ്ങനെ വിസ വന്ന ഉടനെ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ടിക്കറ്റ് എടുക്കാന്നുള്ള പരിപാടിയാണ്. അപ്പം ഈ VFSന് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇതിന് നമുക്കൊരു ട്രാവൽ ഇൻഷുറൻസ് ഒക്കെ വേണ്ടി വരും. അത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ജർമ്മനിലേക്ക് പോകുമ്പോൾ നമ്മുടെ ട്രാവലിനുള്ള ഇൻഷുറൻസ് ആണ്. നമ്മളൊന്നും ഇൻഷുറൻസ് അങ്ങനെ ട്രാവൽ ഇൻഷുറൻസ് എടുക്കാത്തവരാണ്. പക്ഷെ ഇത് ഭയങ്കര ആവശ്യമുള്ള സാധനമാണ്. ഇത് നമ്മുടെ വിസ പ്രോസസ്സിങ്ങിന് തന്നെ അവർ ചോദിക്കും. ഇതെനിക്ക് എടുത്തു തന്നത് മിന്റാക്രൂസ് വഴിയാണ്. ആക്ച്വലി Mintacruz has been really helpful through my admission all the way. They've been really patient. എനിക്ക് അറിഞ്ഞൂടാത്ത പല കാര്യങ്ങളും അവരാണ് ചെയ്തത്. അന്ന് എനിക്ക് ഒരു ഹാസലും ഇല്ലായിരുന്നു. എല്ലാം സ്മൂത്തായിട്ട് നടന്നത് ഈ മിന്റാക്രൂസ് വഴി ആയതുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ സ്റ്റാഫും റിയലി ഹെൽപ്ഫുൾ ആണ്. അവർ അറൗണ്ട് ദ ക്ലോക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ലൈക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഈവൻ ഓഫ് ഡേയ്സിൽ വരെ അവർ കോൺടാക്ട് ചെയ്യും, ഫോൺ അറ്റൻഡ് ചെയ്യുന്നവരാണ്. അപ്പം ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ സർവീസ്.
അപ്പം നിങ്ങൾ ഇവർക്ക് ഞാനിപ്പം ജർമ്മനിയാണ് നോക്കി, ഇവർക്ക് ജർമ്മനി മാത്രമല്ല, ഇവർ എന്നെ കുറേ കൺട്രീസ് എനിക്ക് സജസ്റ്റ് ചെയ്തായിരുന്നു. എൻ്റെ കുറച്ച് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്സ് കാരണം അത് ഡിലേ ആയി. പക്ഷേ ഇവർ കുറേ കൺട്രീസ് മിൻറ്റാ ക്രൂസ് എന്നെ ഹെൽപ്പ് സജസ്റ്റ് ചെയ്തു. ലൈക്ക് ദേ ഹാവ് എ ലോട്ട് ഓഫ് കോൺടാക്ട്സ്, ദേ നോ എ ലോട്ട് ഓഫ് കോളേജസ് ദ. സോ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് തപ്പുന്നുണ്ടെങ്കിൽ, ഐ മീൻ ഇഫ് യു വാണ്ട് മൂവ് ടു എ ന്യൂ കൺട്രി, യൂറോപ്പ് or otherwise, you can just contact Minta Cruz. You can Google them and find their contact details itself. അപ്പം അവരെ നിങ്ങളെ ത്രൂ ഔട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ലൈക്ക് so they'll help you throughout, starting from what kind of background you have, which country you want to go to, what next academic qualification you want to pursue. ഇതെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിൽ, സ്റ്റാർട്ടിങ് ഫ്രം A to Z. ലൈക്ക് നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രോബ്ലം ആണെങ്കിൽ അത് നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്ത് തരും. പിന്നെ നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ പേയ്മെൻറ്റ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് മിൻറ്റാ ക്രൂസ്. സോ I think you guys should definitely check it out. It's really helpful, and thank you so much Minta Cruz for helping me through this journey, so stress free, and I'll always be grateful to you. Thank you.